ഇവരുടെ കല്യാണം തന്നെ കോമഡിയാണ്. ആദ്യം അറേഞ്ച്ഡ് മാരേജ് ആക്കി ഉറപ്പിച്ചു. പെണ്ണ് കാണാൻ പോയപ്പോ രണ്ടുപേരും മോളിരുന്ന് 1 മണിക്കൂർ സംസാരിച്ചില്ലേ. പക്ഷെ ഞങ്ങൾ പോയി വിളിച്ചിറക്കി കൊണ്ടുവരാണ് ചെയ്തത്. എങ്ങനെ കിട്ടി ഇത്രയും നല്ല ചെക്കൻ? അതെല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പൊ ഏകദേശം 1.5 കൊല്ലത്തിന്റെ പരിചയമുണ്ട് അവര് തമ്മില്. നല്ല ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞേട്ടാ വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. നിഖിൽ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ ഏട്ടനെ കിട്ടിയ പിന്നെ നമ്മളെ വേണ്ട. കല്യാണത്തിന്റെ തലേന്ന് പിള്ളേരുടെ കൂടെ കോളറിഞ്ഞ് കളിക്കുമായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പിള്ളേരോടെ കളിക്കുന്നത്. ഞാൻ നിർബന്ധിച്ച് നിർത്തിക്കുമായിരുന്നു. എൻഗേജ്മെന്റ് എനിക്ക് കുറെ സമയം കിട്ടിയിട്ടുണ്ട് നമ്മൾ സെറ്റ് ആവാൻ. അതൊന്നും സീനില്ല. ഇവനോളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് ഇഷ്ടം. അത് കാണാൻ ഇവരും ഇഷ്ടം. ഇവനെ ഇറിറ്റേറ്റ് ചെയ്യും, എന്നെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. ചേച്ചി ശരിക്കും ഒരാളോട് അടുക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ അശ്വിനേട്ടൻ പെണ്ണ് കാണാൻ വന്ന ആ ദിവസം തന്നെ ചേച്ചിയും ചേട്ടനും ഒരു കണക്ഷൻ ഉണ്ടാകുന്ന പോലെ ഒരു ഫീൽ ചെയ്തിനായിരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ് നിഖില. താങ്ക് യു. അന്നേരം തന്നെ നമ്മൾ മനസ്സിലാക്കി ഇവർ രണ്ടാളും തമ്മിൽ ഉറപ്പായിട്ട് കല്യാണം നടത്തുന്നു. ഞാൻ തന്നെ 2-3 പ്രാവശ്യം ചോദിച്ചു. എനിക്ക് നാഷ്മായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞു, ഇവിടെ കല്യാണം കഴിഞ്ഞു. ഏട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുഞ്ഞനാണ് ആള്. ഞാൻ കുഞ്ഞാന്നാണ് വിളിക്കാറ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരിപ്പോ കല്യാണം ആയെന്നുള്ളത്. പിന്നെ ഇപ്പൊ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഏട്ടനെയും കൊണ്ടല്ല, ഭയങ്കര പാവാണ് ഉള്ളി. ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதி